പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാസം 28-ാം തീയതി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ 70-ാമത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനത്തിൻ്റെ സമയത്ത് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ, പ്രകാശിത ലോകത്തു നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്ന സന്ദേശങ്ങൾ അദ്ദേഹം നമുക്ക് കൈമാറി തരുന്നതാണ്. അപ്പം അത് അടുത്ത മാസ്റ്റേഴ്സ് ബർത്ത്ഡേ വരെ നമ്മളത് വായിച്ച് ആവർത്തിച്ച് വായിച്ച് മനനം ചെയ്ത് സ്വാംശീകരിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഇത്തവണത്തെ മെസ്സേജിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു അദ്ദേഹം ഇത്തവണ നമുക്ക് തന്നത്. അതിൻ്റെ തലവാചകം തന്നെ ലയാവസ്ഥയ്ക്കപ്പുറം എന്നാണ്, ബിയോണ്ട് മെർജർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുക മോക്ഷപ്രാപ്തി, സാക്ഷാത്കാരം, ലയം അങ്ങനെ നമ്മൾ പറയാം. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയമണ്ഡലം കടക്കുന്ന അവസ്ഥയാണ്. അതായത് പരസ്പര വൈരുദ്ധ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിയാണ് മോക്ഷപ്രാപ്തി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നിന്നല്ല, ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഹൃദയമണ്ഡലത്തിൻ്റെ അതികടക്കുമ്പോൾ സംഭവിക്കുന്നത്. മനോമണ്ഡലത്തിൽ നമ്മൾ അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഹൃദയമണ്ഡലത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ. മനോമണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് അഹം എന്നുള്ള ഭാവമായിട്ട് മാറും. അതാണ് അവിടെ നമുക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്. 6-ാമത്തെ ചക്രം മുതൽ 12-ാമത്തെ ചക്രം വരെയുള്ള യാത്ര. ഇപ്പോൾ താരതമ്യേന അഹം എന്നുള്ള ഭാവത്തിന് 11 വലയങ്ങളാണ്. മോക്ഷപ്രാപ്തിക്ക് മുമ്പ് 5 വലയങ്ങളേ ഉള്ളൂ. അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ എന്നുള്ളത് 5 വലയങ്ങളാണ്. അഹം എന്നുള്ള ഭാവത്തിനെ മറികടക്കാൻ 11 വലയങ്ങളാണ്. അതിനുശേഷം 13-ാമത്തെ ചക്രത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ലയാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ലയാവസ്ഥയ്ക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ, ഹൃദയമണ്ഡലത്തിലെ വൈരുദ്ധ്യങ്ങൾ. അടുത്തത് മനോമണ്ഡലത്തിലേക്ക് വരുമ്പോൾ അഹം എന്നുള്ള ഭാവം. ഈ 2 കാര്യങ്ങളെ നമുക്ക് ആത്മീയതയിൽ തടസ്സം എന്ന് പറയാനുള്ളൂ. ഇത് രണ്ടും മറികടന്നാൽ ഉടനെ ലയാവസ്ഥയാണ്. അപ്പോൾ താരതമ്യേന വളരെ എളുപ്പമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഹൃദയമണ്ഡലം മറികടക്കാൻ എന്താണ് ചെയ്യുക? എളുപ്പവഴി. ഹാർട്ട്ഫുൾനെസ്സിൽ അത് തുടങ്ങുന്നത് തന്നെ, ഇഷ്ടാനിഷ്ടങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ കൂടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഇഷ്ടാനിഷ്ടങ്ങളുടെ തുടക്കം. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് പറയും, സി എന്നുള്ള പോയിന്റിൽ അസ്വസ്ഥമാവും ഇഷ്ടാനിഷ്ടങ്ങൾ വരുമ്പോൾ. അവിടെ നിന്നാണ് തുടക്കം. പിന്നെ അത് എ പോയിന്റ്, ബി പോയിന്റ് അങ്ങനെ വ്യാപിച്ച് ഹൃദയമണ്ഡലം മുഴുവൻ അസ്വസ്ഥമാവുന്നു. നമുക്ക് അസംതൃപ്തി, അശാന്തി, ദേഷ്യം, ഭയം, അവ്യക്തത, ഇതൊക്കെയാണ് ഹൃദയമണ്ഡലത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ സി എന്നുള്ള പോയിന്റിനെ സംരക്ഷിക്കുന്നതിലൂടെ ഇതിനെല്ലാത്തിനും പരിഹാരമായി ഹാർട്ട്ഫുൾനെസ്. സി പോയിന്റിനെ സംരക്ഷിക്കാൻ എന്താണ്? നിരന്തര സ്മരണ, കോൺസ്റ്റന്റ് റിമെമ്പറൻസ് നമ്മൾ പറയും.
സാക്ഷിഭാവം എന്ന് പറയുന്നത് ആജി. ചിയർഫുള്ളായിട്ടുള്ള ആക്സെപ്റ്റൻസ്, സ്നേഹത്തോടെയുള്ള സ്വീകാര്യത. അതുപോലെ ചോയ്സ് എടുക്കാത്ത മനസ്സിൻ്റെ അവസ്ഥ, ചോയ്സ്ലെസ് അവെയർനെസ്. ഇതൊക്കെയാണ് ഹൃദയമണ്ഡലത്തെ മറികടക്കാനുള്ള സൂത്രവാക്യങ്ങൾ. അതിൽ നിരന്തര സ്മരണ എന്നുള്ള ഒറ്റ സംഗതി കൊണ്ട് തന്നെ നമുക്കത് മറികടക്കാവുന്നതാണ്. അതിനെ പല രീതിയിൽ നമ്മൾ സാക്ഷിഭാവം എന്നൊക്കെ പറയണമെന്ന് മാത്രം. അത് കഴിഞ്ഞ് മനോമണ്ഡലത്തിലെത്തുമ്പോൾ നമ്മൾ പറഞ്ഞു 11 വലയങ്ങളാണ് അതികടക്കേണ്ടത്. അപ്പോൾ താരതമ്യേന കൂടുതൽ വലയങ്ങളുള്ളത് അഹങ്കാരത്തിൻ്റെ വലയങ്ങളാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ മറികടക്കും? അതിനാണ് ബാബുജി മഹാരാജ് വിനയം എന്ന് പറയുന്നത്, ഇൻസിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പം അതിന് ബാബുജി മഹാരാജ് അഹം എന്നുള്ള ഭാവത്തിൻ്റെ 5 വ്യത്യസ്തമായ മേഖലകളിൽ കൂടെ അഹം സാവധാനം സൂക്ഷ്മമായി പരിശുദ്ധമായി വരുന്ന അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്ര എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അഹം എന്നുള്ള ഭാവത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഇപ്പം നമ്മൾ ആത്മീയ സാധനയൊന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരമാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളിലാണ് എൻ്റെ ബോധം മുഴുകിയിരിക്കുന്നത്. അതാണ് അഹം എന്നുള്ളതിൻ്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള ഭാവം. അത് കഴിഞ്ഞ് നമ്മൾ സാധനാ പദ്ധതിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഉള്ളുന്ന അനുഭവവേദ്യമാകും. ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല, മനസ്സാണ്, കുറച്ചും കൂടി സൂക്ഷ്മമായിട്ടുള്ള മനസ്സാണെന്ന് തോന്നും. ഗുരുവിനോടുള്ള ഭക്തിയൊക്കെ വളരുമ്പോൾ അത് മനസ്സല്ല, ഗുരുവാണിത് ചെയ്യുന്നതെന്ന് തോന്നും. അതാണ് അഹം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഭാവം, അതായത് അല്പം കൂടി സൂക്ഷ്മമായിട്ടുള്ള ഭാവം. ശരീരമാണ് ചെയ്യുന്നതെന്നുള്ള ഭാവം മാറി മനസ്സാണ് അല്ലെങ്കിൽ മാസ്റ്ററാണ് ചെയ്യുന്നതെന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ടാവും. അത് അഹം എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജായിട്ട് ബാബുജി മഹാരാജ് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയും, ഇത് എൻ്റെ മനസ്സുമല്ല ചെയ്യണത്, മാസ്റ്ററല്ല ചെയ്യണത്, എല്ലാം സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു എന്നുള്ളൊരു അനുഭവം സാധകനുണ്ടാവും. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. പല സാധകരും പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, ഒരു കർത്തൃത്വം ഇല്ലാത്തൊരു അവസ്ഥ തോന്നും. അതാണ് അഹം എന്നുള്ള ഭാവത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ. നാലാമത്തെ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ അതിനെ ബാബുജി മഹാരാജ് വിശദീകരിക്കുന്നത്, രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊതുക് കടിക്കുന്നു നമ്മൾ ഉറങ്ങി ഉറക്കത്തിൽ തന്നെ അതിനെ തട്ടിക്കളയും, നമ്മളറിയില്ല. രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ പുതപ്പിലൊക്കെ കൊതുകിൻ്റെ ബ്ലഡിൻ്റെ പാട് കാണുമ്പോഴാണ്, ഓ ഇന്നലെ രാത്രി കൊതുക് കടിച്ചിരുന്നു, അതിനെയൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള തോന്നൽ വരിക. അതായത് പ്രവൃത്തി ചെയ്യുന്നത് നമ്മളാണെങ്കിലും ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ബോധമല്ലേ അവിടെ. കർത്തൃത്വഭാവം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ കൂടുതൽ സൂക്ഷ്മമാവാണ്. ഇതിനാണ് ബാബുജി മഹാരാജ് ഒരു ഉദാഹരണത്തിലൂടെ അഹം എന്നുള്ള ഭാവത്തിൻ്റെ നാലാമത്തെ ഭാവമായിട്ട് വരുന്നത്. എല്ലാം ഞാൻ ചെയ്യുന്നു, പക്ഷേ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം എനിക്കില്ല, അറിയുന്നില്ല. അഞ്ചാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള അഹം എന്നുള്ള ഭാവത്തിൻ്റെ സ്വഭാവം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് അഹം എന്നുള്ളത് നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ഒരു ബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴും ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധമുണ്ട്. എന്തിനാണ് ആ ബോധം നിലനിർത്തുന്നതെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനാണ്. ഈ ഞാൻ എന്നുള്ള ഭാവം അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ബാബുജി മഹാരാജ് വിശദീകരിക്കുന്ന അഹം എന്നുള്ള ഭാവത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാവം
അതൊരു ഐഡൻറ്റിറ്റിയാണ്. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം, അത് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാബുജി മഹാരാജ് ഹനുമാൻ ആ അവസ്ഥയിലായിരുന്നു എന്ന് പറയും. ഹനു എന്ന് വെച്ചാൽ സ്വാഭിമാനം തീരെ ഇല്ലാത്ത ആളെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മാത്രമാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ബാബുജി മഹാരാജിനെ പോലെ പരിപൂർണ വിശ്രമത്തിലാണ്. അപ്പോൾ ഇതിനാണ് ഈഗോൻ്റെ 5 ഭാഗങ്ങളായിട്ട് പറയുക. അപ്പോൾ ആ സ്റ്റേജിൽ ബോധം നിലനിർത്തുന്നത് ദിവ്യത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി മാത്രമാണ്. ഹാർട്ട്ഫുൾനെസ്സിലാകുമ്പോൾ ഏകദേശം 9ാമത്തെ ചക്രത്തിൻ്റെ സ്വഭാവമാണത്, പ്രപന്ന എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ. അപ്പോൾ ബാബുജി മഹാരാജ് അതിന് വിനയമാണ് അതിന് നമ്മൾ ആർജിക്കേണ്ട ഗുണവിശേഷം. പ്രപഞ്ചനാഥനായ ദിവ്യ ഗുരുവിൻ്റെ മുന്നിൽ ഞാൻ എത്ര നിസ്സാരനാണ് എന്നുള്ള ഭാവം, അത് നമ്മൾ എല്ലാ സാഹചര്യത്തിലും നിലനിർത്തേണ്ടതുണ്ട് എന്നാണ്. കാരണം ഉന്നതമായ അവസ്ഥയിൽ നിന്നാണ് നമ്മളിലേക്ക് ഈ സംപ്രേഷണം ഒഴുകണം. അപ്പോൾ ആ ഉന്നതമായ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കുന്ന ഒരവസ്ഥയാണത് വിനയം എന്ന് പറയുന്നത്. ബാബുജി മഹാരാജ് പറയും, സാധാരണ അദ്ദേഹം എല്ലാം പറയുമ്പോഴും എഴുതുമ്പോഴൊക്കെ ഐ ആം ടെല്ലിങ് യു, ഞാൻ നിങ്ങളോട് പറയണു എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഒരു സാധകൻ ചോദിച്ചു, ബാബുജി ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് ഞാനാണോ, ലാലാജിയാണോ, ഈശ്വരനാണോ, അതോ മറ്റു വല്ലവരാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതായത് കർത്തൃത്വബോധം തീരെ ഇല്ലാത്ത ദിവ്യത്വത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു ഉപകരണമായിട്ടുള്ള അവസ്ഥയാണ് ഈ വിനയം അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻസ് എന്ന് ബാബുജി മഹാരാജ് പറയുന്നത്. അത് കഴിഞ്ഞുള്ള അവസ്ഥയാണ് ലയാവസ്ഥയായിട്ട് പറയണത്. ലയാവസ്ഥയ്ക്ക് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ ഉദാഹരണം പറയുക, കബീർദാസ് പറയും, ഒരു മഴത്തുള്ളി വെള്ളം സമുദ്രത്തിൽ വീണ് സമുദ്രവുമായിട്ട് മാറുന്ന അവസ്ഥ. അപ്പോൾ ആ മഴത്തുള്ളി വെള്ളത്തിന് തിരിച്ചു വന്നിട്ട് ഞാൻ സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ സാധ്യമല്ല. അതിനെയാണ് ലയാവസ്ഥ എന്ന് പറയുന്നത്. ഇത്തവണ ബാബുജി മഹാരാജ് ഈ മെസ്സേജിൽ പറയണത് ലയാവസ്ഥ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ ലയാവസ്ഥ പറഞ്ഞ പരമോന്നതമായിട്ടുള്ള അവസ്ഥയാണെന്നുള്ള ധാരണയിലാണ് ഇതുവരെ നമ്മൾ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ലയാവസ്ഥ ഒരു തുടക്കം മാത്രമാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? ഓരോ അവസ്ഥയിലും നമുക്കൊരു ഉത്സാഹിച്ച് ഓരോരോ കാര്യങ്ങൾ പറയണം അദ്ദേഹം. അത് കഴിഞ്ഞ് നമ്മൾ ആ അവസ്ഥ വരെ എത്തുമ്പോഴാണ് അടുത്ത അവസ്ഥ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത്. അപ്പോൾ ലയാവസ്ഥ ഒരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിന് അദ്ദേഹം 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഈ മെസ്സേജിൽ. ഒന്ന്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വെള്ളമായി മാറും. നമുക്കറിയാം H2O എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിയെ സഹായിക്കുന്ന മറ്റൊരു മൂലകമാണ്. അപ്പോൾ ഈ 2 പേരും അപകടകാരികളായിട്ടുള്ള വാതകങ്ങളാണ്, ഹൈഡ്രജനും ഓക്സിജനും. ഈ ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്നുള്ള അനുപാതത്തിൽ യോജിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? വെള്ളം സർവ്വസാധാരണമായിട്ട് പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഉപയോഗമുള്ള സാധനമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 90% വെള്ളമാണ്. ഭൂമിയുടെ 1/4 വെള്ളമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വസ്തുവാണത്. അപ്പോൾ ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അപകടകാരിയായിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടാണ് ജോയിൻ ചെയ്തുണ്ടായതാണ് അല്ല. അതുപോലെ മറ്റൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. സോഡിയം എന്ന് പറയുന്നത് അല്പം നനഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന മൂലകമാണ്. ക്ലോറിൻ എന്ന് പറയുന്നതോ യുദ്ധത്തിലേക്ക് ഉപയോഗിക്കുന്ന വിഷവാതകമാണ്, ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന. അപ്പോൾ സോഡിയം ക്ലോറിനും ഒറ്റയ്ക്ക് ഒരു മൂലകങ്ങൾ എന്നുള്ള നിലയ്ക്ക് അപകടകാരികളാണ്.
അത് സമഞ്ജസമായി യോജിച്ച് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കറിയുപ്പാകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ഉപ്പായിട്ട് മാറുകയാണ്. നമുക്ക് ഏറ്റവും ഉപയോഗമുള്ളൊരു സാധനമാണ് കറിയുപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്. എല്ലാവർക്കും ഉപയോഗമാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? രണ്ട് മൂലകങ്ങൾ ചേരുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെയും സ്വഭാവമില്ലാത്ത മറ്റൊരു സംഗതിയായിട്ട് അത് പരിപൂർണമായിട്ട് മാറുന്നു. ആ മാറുന്ന വസ്തു എന്ന് പറയുന്നതോ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും ഉപയോഗമുള്ളതായിട്ട് മാറും. ലയാവസ്ഥയ്ക്ക് ശേഷം ലയാവസ്ഥ ഒരു തുടക്കമാണെന്നുള്ളൊരു ഉദാഹരണം പറയുന്നത് മാസ്റ്റർ. അപ്പം അദ്ദേഹം പറയുന്നത് ഒരു 3 സ്റ്റേജിലാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന്, ഉന്നതമായ ഒരു പ്രഭാവം അല്ലെങ്കിൽ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സ്വന്തം വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്നു. സോഡിയം ക്ലോറിൻ അതിൻ്റെ രണ്ടുപേരെയും വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വ്യക്തിത്വം നഷ്ടപ്പെട്ടു. അപ്പോൾ മഹത്തായ ഒരു പ്രഭാവത്തിന് വേണ്ടി സ്വന്തം വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തുന്നു. അതാണ് ആദ്യത്തെ സ്റ്റേജ്. പിന്നെ ഈ രണ്ടെണ്ണം കൂടി നേരെ ചേർത്ത് വെച്ചിരിക്കുകയല്ല, അതിന് മൂന്നാമതൊരു വസ്തു ഇതിനുമായിട്ട് യാതൊരു തരത്തിലും ഗുണവിശേഷങ്ങളുമായിട്ട് സാമ്യമില്ലാത്ത മറ്റൊരു വസ്തുവായിട്ട് മാറുന്നു. ഒരവസ്ഥാഭേദം സംഭവിക്കുന്നു. ഒന്നിച്ച് ചേർക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അവസ്ഥാമാറ്റം സംഭവിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറയണത് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരിസമാപ്തിയിലാണ് വരുന്നത്. യോജിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. സോഡിയം ക്ലോറിനും ചേർന്നാൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ ആ ഘടകങ്ങളുടെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധ്യമല്ല. ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന സാധ്യത വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് മാസ്റ്റർ നമ്മളോട് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ലയാവസ്ഥയ്ക്ക് ശേഷം ജീവാത്മാവും പരമാത്മാവും കൂടിയിട്ടുള്ള സംയോഗത്തിൽ, അതാണല്ലോ നമ്മൾ ലയം എന്ന് പറയുന്നത്, നമ്മൾ പ്രപഞ്ചത്തിന് പരിപൂർണമായും ഉപയോഗപ്രദമായി മാറുന്നതാണ്. ഭഗവത്ഗീതയിലൊക്കെ പറയുമ്പോൾ കർമ്മണ്യവാധികാരസ്ഥേന്ന്, കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഫലപ്രാപ്തി മറ്റുള്ളവർക്കുള്ളതാണ്. അവിടെ ഈശ്വരനാന്ന് പറയണം. ഭഗവത്ഗീതയിൽ തന്നെ ധ്യാനം കർമ്മഫലത്യാഗം എന്ന് പറയുന്നുണ്ട്. കർമ്മഫലങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കലാണ് ധ്യാനം എന്നും. അപ്പോൾ പരിപൂർണമായിട്ടും പ്രപഞ്ചത്തിന് ഉപയോഗപ്രദമാകുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ സ്റ്റേജ്. അതുകൊണ്ടായിരിക്കാം ഈ കേന്ദ്രമണ്ഡലത്തിൽ ലയാവസ്ഥയുടെ അടുത്ത് കഴിഞ്ഞാൽ അനുഭൂതിയുടെ 7 വലയങ്ങളുണ്ട് എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. ലയാവസ്ഥയ്ക്ക് കൊടുക്കും പറയാൻ പറ്റില്ല. 7 വലയങ്ങൾ അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറയണു. ഒരുപക്ഷെ ആ വലയങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും ഇത്. അപ്പോൾ പരിപൂർണമായിട്ടും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന, അതായത് സത്കർമ്മം എന്ന് പറയുന്നത് അതിനെയാണ്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്കാണെങ്കിൽ അതിന് ദുഷ്കർമ്മം എന്നാണ് പറയുക. കാരണം എന്താ? എനിക്കാണ് ഫലമെങ്കിൽ അതാണ് എന്നിൽ സംസ്കാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കർമ്മഫലം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അതിനെ ദുഷ്കർമ്മം എന്ന് പറയാൻ കാരണം. എന്ത് പ്രവൃത്തിയിൽ നിന്നും നമുക്ക് സംസ്കാരങ്ങൾ ഉണ്ടാവണമെന്ന് വെച്ചാൽ ദുഷ്കർമ്മമാണ്. എന്ത് പ്രവൃത്തിയിൽ നിന്നും സംസ്കാരങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, സംസ്കാരങ്ങളിലെ ഈ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാണെങ്കിൽ അതാണ് സത്കർമ്മം. അതുകൊണ്ടാണ് ധ്യാനം സത്കർമ്മമായി മാറുന്നത്. കാരണം എന്താ? കർമ്മഫലങ്ങളെ നമ്മൾ ത്യജിക്കുകയാണ് ഇതിൽ. അതുകൊണ്ടാണ് ധ്യാനം കർമ്മഫലത്യാഗം, ത്യാഗാത് ശാന്തി അനന്തരം എന്ന് ഭഗവത്ഗീത പറയുന്നത്. അതുപോലെ കർമ്മണ്യേവാധികാരസ്ഥയെന്ന്. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് നമ്മുടെ എല്ലാ മാസ്റ്റേഴ്സും. അവരുടെ ജീവിതം നോക്കൂ. പരിപൂർണമായിട്ടും ലയാവസ്ഥയ്ക്ക് അവരെല്ലാവരും ലക്ഷ്യപ്രാപ്തി നേടിയെടുത്ത ആത്മാക്കളാണ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ മാസ്റ്റേഴ്സായിട്ട്. ആ അവസ്ഥയിൽ അവരുടെ ജീവിതം മുഴുവൻ പരിപൂർണമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ മാസ്റ്റേഴ്സാണ് അതിന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഉദാഹരണം. നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി തുടങ്ങി ഈ സാധനാ പദ്ധതിയിലൂടെ പരിണമിച്ച്
പരിപൂർണമായും പ്രപഞ്ചത്തിന് ഉപയോഗപ്രദമാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്ന അവസ്ഥയുടെ തുടക്കമാണ് ലയാവസ്ഥ. അതുകൊണ്ടാണ് ലയാവസ്ഥ ആത്മീയതയുടെ തുടക്കമാണെന്ന് പറയുന്നത്. ദാജിയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 10 വർഷത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ ഒരു പുരുഷായുസിന് ഒരു 100 കൊല്ലം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും. മരുഭൂമിയായിരുന്ന കാന ശാന്തിവനം നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്താണ് അവസ്ഥ. മനോഹരമായിട്ടുള്ളൊരു വനമായിട്ട് മാറിയത്. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്ത് ബോർഡറിലുള്ള താരങ്ക ഹിൽസ്, അത് ഈ ജെയിൻ തീർത്ഥങ്കാസിൻ്റെ തപസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. 750ഓളം കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ മലനിരകൾ കിടക്കുക. അതെല്ലാം ഇപ്പോൾ മരുഭൂമി പോലെയാണ്. അതിൽ 400 ഏക്കർ നമ്മുടെ ഹാർട്ട്ഫുൾനെസ് വനവൽക്കരണം കൊണ്ടുവന്ന് പച്ചയാക്കി മാറ്റിയത്. അപ്പോൾ പരിപൂർണമായിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് അവർ ഉദാഹരണമായിട്ട് ബാബുജി മഹാരാജ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളായിത്തീരേണ്ട മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണത്. അത് നമ്മുടെ മുന്നിൽ പ്രകടമായിട്ട് നിൽക്കണു, സൂക്ഷ്മമല്ല, നമുക്ക് കാണാൻ കഴിയും. അത് അപ്പം അതാണ്. അതുകൊണ്ട് ആ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ ഉദാഹരണങ്ങളിൽ കൂടെ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പിന്നെ ഹാർട്ട്ഫുൾനെസ് നമുക്ക് പ്രചരിപ്പിക്കാൻ ഒരുപാട് ഉപാധികളുണ്ട്. നിങ്ങൾക്കറിയാം, സോഷ്യൽ മീഡിയ ഉണ്ട്, പലതുണ്ട്, പബ്ലിക് റിലേഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് പരിണാമം സംഭവിച്ച ഒരു അഭ്യാസിയാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം എന്താണ്? നിരന്തരം സംപ്രേഷണത്തിലൂടെ നമ്മളിലേക്ക് വിവേകം അദ്ദേഹം ഇങ്ങനെ ഒഴുക്കിത്തരുന്നു. ഇപ്പോൾ കാലങ്ങൾ കഴിയും തോറും സംപ്രേഷണത്തിലൂടെ ഓരോ അഭ്യാസിയും കൂടുതൽ കൂടുതൽ വിവേകികളായിട്ട് മാറുന്നു. അത്തരം വ്യക്തികൾ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാണ്, അവരുടെ സാന്നിധ്യം. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഓരോരുത്തരും. അവരുടെ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ. നിരന്തരമായിട്ട് നമ്മളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നു വിവേകം. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവാമെന്നതിനെക്കുറിച്ചുള്ള അവബോധം നമുക്ക് തരുന്നു. ഒരു വ്യക്തിയാണ് ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരസ്യമെന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. കാരണം നമ്മൾ എത്ര മാന്യമായിട്ട് പെരുമാറുന്നു, എത്ര ധാർമ്മികമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുപോലെ നമ്മളുടെ സംസാര രീതി ഹൃദയംഗമമായ വിനിമയമായിരിക്കണം. അതിനാണ് അദ്ദേഹം ദാജി ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മാന്യമായ പെരുമാറ്റവും ഹൃദയംഗവുമായ ആശയവിനിമയമാണ് മറ്റുള്ളവർ ആദ്യമായിട്ട് കാണുന്ന സംഗതി. അപ്പം അത് നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കേണ്ട ഗുണവിശേഷമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളോട് ആരെങ്കിലും ഒരു അഭ്യാസി അല്ലെങ്കിൽ പുതിയൊരു സാധകൻ ചോദിക്കുകയാണ്, എന്താണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ച്, പക്ഷെ അതിന് അവിടെ പ്രസക്തിയില്ല. ഇപ്പം നമ്മൾ പറയണ ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, അത് ലയാവസ്ഥ ഒരു തുടക്കം മാത്രമാണെന്ന് പറഞ്ഞു നിൽക്കുക ഒരാളോട്, ആദ്യമായിട്ട് വരുന്ന ആളോടെ. ഹാർട്ട്ഫുൾനെസ് പറഞ്ഞല്ലേ അവസ്ഥയ്ക്ക് അപ്പുറമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അയാൾക്ക് മനസ്സിലാവുക? അതെ, അപ്പോൾ അങ്ങോട്ട് വടക്കോട്ട് പോയിട്ടുണ്ടാവും ആള്. അപ്പോൾ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം എന്താ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതല്ല നമ്മൾ പറയേണ്ടത്. പലപ്പോഴും എന്താ അറിയില്ല, എല്ലാവരും ചെയ്യുക എന്ത് ചോദിച്ചാലും നമുക്ക് അറിയണ കാര്യങ്ങൾ.
പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പറയും ഉത്തരം അറിയില്ലെങ്കിൽ അറിയണത് എഴുതി വയ്ക്കുക. അപ്പോൾ കുറച്ച് സ്ഥലം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു അരമാർക്ക് കിട്ടുമെന്നുള്ള വ്യാമോഹത്തിൽ. അപ്പോൾ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം, ഡൈജസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പം അതിനെന്താണ്, മറ്റ് ഹൃദയത്തിനെ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഹൃദയത്തിനെ അതിൻ്റെ താളം മനസ്സിലാക്കാനുള്ള ഒരു സംവേദനക്ഷമത നമുക്ക് വേണമെന്നർത്ഥം. അതാണ് ദാജി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് നമ്മളെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർക്ക് പരിപൂർണമായിട്ട് ഉപയോഗപ്രദമാകുന്ന ഒരു രീതിയിലാണ് ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള അവസ്ഥ. അപ്പോൾ ഈ രീതിയിൽ ഏത് രീതിയിൽ നമ്മൾ മാറണമെന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ തരികയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഈ തവണത്തെ മെസ്സേജിൽ 2 പ്രിസെപ്റ്റർമാരെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് ആദ്യം സിറ്റിംഗ് കൊടുത്ത ദ്രൗപദി ദേവി അഗർവാൾ എന്ന് പറഞ്ഞിട്ട്, അവർക്ക് ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദിയും എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ഹിന്ദി സംസാരിക്കാൻ അറിയാത്രേ ഉള്ളൂ, വേറെ ഭാഷകളൊന്നും അറിയില്ല അവർക്ക്. അവരടുത്താണ് ദാജി ആദ്യമായിട്ട് ചെല്ലുന്നതും ദാജിയോട് പ്രകടമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കണം, ഒരു മറുപടി പറയണം. ദാജി അതിൽ വല്ലാണ്ട് ആകർഷിക്കപ്പെടുന്നതൊക്കെ സംഭവിക്കണം. അവർക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളവർ. പക്ഷെ അവരുടെ വീട്ടിൽ മിഷൻ്റെ എല്ലാ പുസ്തകങ്ങളും അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും, ഇംഗ്ലീഷിലുള്ളൂ ഹിന്ദിയിലുള്ളൂ. എന്തിനാണ്? ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാജി തന്നെ പറയാറുണ്ട്, ദാജിക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പോകണ്ട എന്നാണെങ്കിൽ സിറ്റിങ് കഴിഞ്ഞാൽ അദ്ദേഹം ഇവർ പറയും, ദ്രൗപദി ദേവി അഗർവാൾ പറയും, ഒരു പുസ്തകം എടുത്തത് വായിക്കൂ, ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് എന്നോട് പറയും. ഇപ്പോൾ ഇംഗ്ലീഷ് ബുക്കാണെങ്കിൽ വായിച്ചിട്ട് ഹിന്ദിയിൽ തർജ്ജമ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഗുജറാത്തിയിൽ. അപ്പോൾ ആ ദാജി പറയുന്ന സമയത്ത് അവർ ഈ ആത്മീയ നിലകളെക്കുറിച്ച് പറഞ്ഞാൽ അറിയാം, ഈ നിലയിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ ബുക്കിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലെങ്കിലും എല്ലാ ആധ്യാത്മിക നിലകൾ കൂടിയും സംപ്രേഷണത്തിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാവും. പക്ഷെ പുസ്തകം സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും അവർ വരുന്നവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മിഷൻ ഒരു സേവനം എന്നുള്ള നിലയിൽ. അത് കഴിഞ്ഞ് ഒരിക്കൽ അവർ പറഞ്ഞു, ഞാൻ എന്നേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രിസപ്റ്റർ അടുത്തേക്ക് നിങ്ങളെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ദാജി രാജഗോപാലൻ സാർ എന്ന് പറയുന്ന മറ്റൊരു പഴയ ജനറേഷനിൽപ്പെട്ട പ്രിസപ്റ്റർമാർക്കൊക്കെ അദ്ദേഹത്തിന് അറിയാം. അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ അകത്തേക്കും ദാജിയെ. അപ്പം അവിടെ പോയപ്പോഴും അദ്ദേഹത്തിന് അറിയാം, ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു അലമാരയിൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. സിറ്റിംഗ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ വന്ന് നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ കാണിച്ചു തരും, ഏത് പുസ്തകം വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് വാങ്ങാം. ഈ രാജഗോപാലൻ സാറിൻ്റെ അടുത്ത് മിഷൻ പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങളിലെയും 10 കോപ്പികൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പോൾ ഈ 2 പ്രിസെപ്റ്റർമാരുടെ ഉദാഹരണം ദാജി നമ്മളോട് പറയാണ്. അതായത് ഈ 2 പേരും പരിപൂർണമായിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അവസ്ഥ, അതായത് ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരവസ്ഥയിലാണ് അവർ 2 പേരും ഉള്ളതെന്നാണ് പറയുന്നത്. അതാണ് നമുക്കതിന്ന് മനസ്സിലാക്കേണ്ട പാഠം. ഇന്ന് പറയുന്നത് ദാജി ഇന്നത്തെ അവസ്ഥ എന്താണ്? നമുക്ക് 20,000 പ്രിസെപ്റ്റർമാരുണ്ട്. ഒരു പുസ്തകം മിഷൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 3000 കോപ്പിയാണ് ചിലവാവുക. അതിൽ 1000 കോപ്പി പ്രിസെപ്റ്റർമാർ വാങ്ങും, 2000 കോപ്പി മറ്റുള്ളവർ വാങ്ങും. അതായത് 20,000 പേരിൽ 1000 പ്രിസെപ്റ്റർമാരാണ് പുസ്തകങ്ങൾ വാങ്ങണുള്ളൂ, വായിക്കുന്നുള്ളൂ. അപ്പോൾ മാസ്റ്റേഴ്സ് ഓരോ സമയത്തും ഒരേ വസ്തുതയെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ പുരോഗമിക്കുന്ന അനുസരിച്ച്. അതൊക്കെ പുസ്തകങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ വായിക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഈ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മിഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് അറിയാം? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര ആപ്പുകളുണ്ട് ഹാർട്ട്ഫുൾനെസ്സിന് നിങ്ങൾക്കറിയോ?
ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അപ്പോൾ രാജി ചോദിക്കണം എന്താ വെച്ചാൽ, ഇതൊന്നും അറിയില്ല എന്നുള്ളത് വലിയ തെറ്റല്ല. പക്ഷേ നമ്മളെ മുന്നിൽ പ്രത്യക്ഷമായി കാണുന്ന കാര്യങ്ങൾക്ക് നമുക്ക് പരിഗണന കൊടുക്കുന്നില്ലെങ്കിൽ, പ്രത്യക്ഷമല്ലാത്ത ഈശ്വരന് നമുക്ക് അമിതമായിട്ടുള്ള പരിഗണന കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമല്ല. കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണില്ലെങ്കിൽ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ആത്മീയ പുരോഗതി ആഗ്രഹിക്കുന്ന ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മപരിശോധനയ്ക്കുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ലാലാജി മഹാരാജ് അന്ന് കാലത്തെ പറയാറുണ്ട് ഈ വായിക്കുന്നതിൻ്റെയും മനനം ചെയ്യുന്നതിൻ്റെ ആവശ്യകത. അദ്ദേഹം പറയും, നമ്മൾ ധ്യാനത്തോടൊപ്പം ആത്മീയമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിനെക്കുറിച്ച് മനനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്, നമുക്ക് നിലനിർത്താൻ സാധ്യമല്ല. അപ്പോൾ വായിക്കലും മനനം ചെയ്യലും അനിവാര്യമാണ് ആത്മീയ നില പിടിച്ചു നിർത്താൻ. അത് ലാലാജി എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മപരിശോധനയ്ക്കുള്ള അവസരമാണ്. അതാണ് ഒരു പ്രശ്നവും. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ എന്താ ചെയ്യുക? അതേ വഴിയുള്ളൂ, കണ്ണാടി വേണ്ടാന്ന് നോക്കിയ വഴി. അപ്പം അതുപോലെ ആകുമ്പോൾ നമുക്ക് പിന്നെ മാറ്റത്തിനുള്ള സാധ്യതയില്ല എന്നർത്ഥം. അപ്പോൾ ഇത്തവണത്തെ മെസ്സേജിൽ ദാജി പറയുന്നത്, നമുക്കെല്ലാവരെയും പൂർവജന്മ സംസ്കാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂർവ്വജന്മ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാബുജി മഹാരാജിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സിനെ നമുക്ക് തിരിച്ചറിയാനും ഈ സാധനാ പദ്ധതി നമ്മൾ ഉൾക്കൊള്ളാനും കാരണം നമ്മുടെ എല്ലാവരുടെയും പൂർവ്വജന്മ സംസ്കാരങ്ങൾ അനുകൂലമാണ്. അത് വലിയൊരു നേട്ടമാണ്. ഹാർട്ട്ഫുൾനെസ്സിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. കാരണം എല്ലാവരും ആകർഷിക്കപ്പെടുന്നില്ല. അത് കാണിക്കുന്നത് നമ്മുടെ സംസ്കാരങ്ങൾ അനുകൂലമാണ് എന്നതാണ്. പക്ഷെ ആ സംസ്കാരങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നതാണ്. കാരണം ഈ പ്രപഞ്ചത്തിന് ആത്മീയത കൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തിനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത ഇല്ലാണ്ട് ഒരു രാഷ്ട്രങ്ങൾക്കും നിലനിൽക്കാൻ സാധ്യമല്ല. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയിലാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി. അപ്പം ആത്മീയത എന്ന് പറയുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ശ്വാസമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആത്മീയതയാണ് കേട്ടോ, മതമല്ല എന്നുള്ളത്. പലപ്പോഴും മതത്തിനെ ആത്മീയതയായിട്ട് തെറ്റിദ്ധരിക്കുന്നു. എന്താണ് വ്യത്യാസം? മതം നമ്മളെ വിഭജിക്കുന്നു. ബാബുജി മഹാരാജ് റിലീജിയൻ ഡിവൈഡ്സ് പറയും. അപ്പോൾ മതവും ആത്മീയതയും വ്യത്യാസമുണ്ട്. ആത്മീയത എന്ന് പറയുന്നത് ഏകത്വത്തിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ മതവും ആത്മീയതയും വ്യത്യാസമുണ്ട്. 1945 ബാബുജി മഹാരാജിൻ്റെ അന്നത്തെ അവസ്ഥ ആലോചിച്ചു. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, ഈശ്വരന് മതമില്ല. ഇന്നും ആളുകൾ പറയാൻ മടിക്കുന്ന, ഭയപ്പെടുന്ന സ്റ്റേറ്റ്മെൻ്റ് അത്. ഈശ്വരന് മതമില്ല, ബാബുജി മഹാരാജിൻ്റെ വിപ്ലവകരമായ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് മാത്രമല്ല, അടുത്ത വാചകം ഇതിനേക്കാളും അപകടമാണ്. എന്താണ്? ഒരു മതത്തിലും ഈശ്വരനില്ല എന്ന് പറയേണ്ടത് വ്യക്തമായിട്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മതത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ അവസ്ഥയാണ് ഈ ബാബുജി മഹാരാജ് പറയുന്നത്. ഒരു മതത്തിലും ഈശ്വരനില്ല, ഈശ്വരന് മതമില്ല. പിന്നെയോ ഈശ്വരനെ നമ്മൾ അന്വേഷിക്കേണ്ടത് ഹൃദയത്തിൻ്റെ ആഴത്തിലാണ്. അതാണ് ഹൃദയത്തിലെ ധ്യാനം. ഭഗവത്ഗീതയിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അദ്ദേഹം പറഞ്ഞതെന്താന്ന് ചെയ്യുന്നതിന് പകരം. അപ്പോൾ ആത്മീയതയ്ക്ക് മാത്രമേ ലോകത്തെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ, വ്യക്തിയെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മതമല്ല എന്ന് മനസ്സിലാക്കണം. മതം നമ്മളെ വിഭജിക്കുകയാണ്. ബാബുജി മഹാരാജ് പറഞ്ഞ മതം അവസാനിക്കുമ്പോഴാണ് ആത്മീയത തുടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മതങ്ങളിലെല്ലാം മഹത്തായ തത്വങ്ങൾ പറയുന്നുണ്ട്, അത് ചിന്തകളായിട്ട് അങ്ങനെ നിൽക്കണു. ആത്മീയത അത് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ തത്വങ്ങൾ അവസാനിക്കുമ്പോഴാണ് അനുഭവം വരുന്നത്. ഇപ്പം ഈശ്വരൻ എന്നുള്ള തത്വം നമുക്കറിയാം, അതെൻ്റെ ഹൃദയത്തിലാണെന്നും അറിയാം. മതങ്ങൾ തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ അനുഭവമാണ് ആത്മീയത. അപ്പോൾ മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സാരാംശം, സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് അർത്ഥം. അപ്പോൾ മതം പരസ്പര വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് പറയണത്. ഒരു മതം പറയണതല്ല മറ്റൊരു മതം പറയണത്. അപ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങൾ എപ്പോഴാണ് നമ്മളെ ഹാർട്ട്ഫുൾനെസ് തത്വത്തിൽ അവസാനിക്കുക? ഹൃദയമണ്ഡലം കടക്കുമ്പോഴാണ്. ഹൃദയമണ്ഡലത്തിലാണ് പരസ്പര വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ. അപ്പോൾ ഹൃദയമണ്ഡലം കടക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മതം അവസാനിച്ച് ആത്മീയത തുടങ്ങും. അപ്പോൾ നമ്മളെപ്പോഴും മതത്തിൻ്റെ പിടിയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് ഹൃദയമണ്ഡലം കടക്കാൻ എന്നർത്ഥം. അത് കഴിഞ്ഞ് ആത്മീയത അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുന്നതെന്ന് പറയുന്നത് ബാബുജിമാർ. യാഥാർത്ഥ്യം അവസാനിക്കുമ്പോഴാണ് അനുഭൂതി തുടങ്ങുന്നത്. അനുഭൂതി അവസാനിക്കുമ്പോഴാണ് ലയാവസ്ഥ. ആ ലയാവസ്ഥ ഒരു തുടക്കം മാത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാനൊക്കെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പറയാൻ നമ്മളെന്താണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇന്ന് ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ നേരിടും? റോഡിലേക്ക് ഇറങ്ങിയ ട്രാഫിക് ജാമാണ്, അതെങ്ങനെ നേരിടും? ദാജി അത് പറയും. അദ്ദേഹം പറയും, ഇതൊക്കെ ജീവിതത്തിലെ അനുദിനം നമ്മളുടെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ബാബുജി മഹാരാജ് ഒരു ക്ലർക്കായിരുന്നു കോടതിയിൽ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പലപ്പോഴും വറീഡായിരിക്കും. അതേസമയം തന്നെ കേന്ദ്രമണ്ഡലത്തിൽ ബോധം ഉറപ്പിച്ചൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ലയാവസ്ഥയ്ക്ക് ശേഷം, ലയാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴവെള്ളത്തുള്ളി സമുദ്രമായി മാറുന്ന അവസ്ഥയാണ്. ലയാവസ്ഥയ്ക്ക് ശേഷം സമുദ്രത്തിന് ഓർമ്മ വേണം ഞാനൊരു മഴത്തുള്ളിയായിരുന്നു എന്ന്, തിരിച്ച്. അപ്പോൾ മഴത്തുള്ളിയുടെ പരിമിതി കുറിച്ച് നമുക്കൊരു ബോധം വേണം. ആ പരിമിതികളാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം അനന്തതയുമായിട്ടുള്ള കണക്ഷൻ അതുപോലെ നിലനിർത്തുന്ന സമയത്ത്, എന്നാൽ വെള്ളത്തുള്ളിയുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സംസാര സാഗരത്തിൽ കൂടെ കടന്നു പോകാൻ വളരെ എളുപ്പമാണ്. ബാബുജി മഹാരാജിനെ പോലെ, അല്ലെങ്കിൽ ഈ ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സിനെ പോലെ, അവർക്കും നമ്മളെക്കാൾ കൂടുതൽ ജീവിത പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, എല്ലാ പ്രശ്നങ്ങളും. പക്ഷേ അവരെ കാണുമ്പോൾ നമുക്ക് അറിയുന്നില്ല ആ അനുഭൂതിയുടെ സമുദ്രത്തിലാണ് എപ്പോഴും അവരുള്ളതെന്നുള്ളത്. അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ദാജി പറയുകയാണ്, അതായത് ആത്മീയ യാത്ര എന്ന് പറയുന്നത്, ഇപ്പം അദ്ദേഹം 2 ഉദാഹരണം പറഞ്ഞില്ലേ, വെള്ളം, ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. അപ്പോൾ ഇത് നമ്മളെന്താ പഠിക്കേണ്ട പാഠം? വെള്ളത്തിൻ്റേതായൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വേണം. സോഡിയത്തിനും ക്ലോറിനും ഇല്ലാത്ത ഫ്ലെക്സിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും ഇല്ലാത്ത ഫ്ലെക്സിബിലിറ്റിയാണ് വെള്ളത്തിനുള്ളത്. വെള്ളം എന്താ സുഖമായിട്ട് ഒഴുകും, അതിൻ്റെ വഴിയിൽ കാണുന്ന വസ്തുക്കളെയൊക്കെ ക്ലീൻ ചെയ്ത് ഫ്ലെക്സിബിളാണ്, ഒരു വഴക്കുണ്ട് അതിന്. അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വേണം ആത്മീയ യാത്രയിൽ നമുക്ക്. അതേപോലെ സോഡിയം ക്ലോറൈഡ് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ശരിയായിട്ടുള്ള ആളായിട്ട് വേണം നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ സോഡിയം എന്നുള്ളത് വെള്ളത്തിനോട് ചേർന്നാൽ പൊട്ടിത്തെറിക്കും.
സോഡിയം ക്ലോറിനോട് കറക്റ്റായിട്ടുള്ള അനുപാതത്തിൽ യോജിക്കുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ശരിയായ ആളിനെ അല്ലെങ്കിൽ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അദ്ദേഹവുമായിട്ടുള്ള സത്സംഗത്തിലാണ് നമ്മൾ മാറ്റത്തിനുള്ള നമ്മളെ സാധ്യത. ഇപ്പോൾ നമുക്ക് പരിണമിക്കാൻ അല്ലെങ്കിൽ മാറാൻ ആത്മീയ പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള ആളുമായിട്ട് സത്സംഗം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ജീവിതത്തിൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു പാർട്ണറെ നമ്മൾ സെലക്ട് ചെയ്താൽ ജീവിതം മുഴുവൻ ദുരിതമായിരിക്കും. സോഡിയം ക്ലോറിനോട് ചേരുന്നതിന് പകരം സോഡിയം വെള്ളം കൂടി ചേർന്ന പോലെ ഒരു പൊട്ടിത്തെറിയായിരിക്കും അതിൻ്റെ പരിണാമം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനുള്ള കഴിവും, അതിനാണ് വിവേകം എന്ന് പറയുന്നത് ആത്മീയതയിൽ. ഇത് രണ്ടും നമുക്ക് അനിവാര്യമായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഈ മെസ്സേജിൻ്റെ ആകത്തുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക എന്താണ്, നമ്മൾ ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ അവബോധത്തിലെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യണം പരിപൂർണമായിട്ടും മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന് ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്, അത് വെള്ളമാണ്, മനസ്സാണ്. അപ്പോൾ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചഭൂതമാണ് വെള്ളം. അതുകൊണ്ടാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. 4ാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി അനുഭവപ്പെടുന്നതാണ്. നമ്മുടെ ആ കടുംപിടുത്തം നമ്മളെ വിട്ടു പോകുന്നത്. അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കറക്റ്റായിട്ടുള്ള ആളെ ചൂസ് ചെയ്യാനുള്ള കഴിവും അതിനുള്ള വിവേകം തന്ന് ഈ ഗുരുപരമ്പര നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം.